ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ആസൂത്രണ സമിതിയും പ്രവർത്തക സമിതിയും യോഗം ചേർന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ 2026-27 വർഷത്തെ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ആസൂത്രണ സമിതിയും പ്രവർത്തക സമിതിയും യോഗം ചേർന്നു. ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ കെ ജയദേവൻ വിഷയാവതരണം നടത്തി. വരും കാലത്തിന്റെ ഒരു ആവശ്യങ്ങൾ പൂർത്തീകരിക്കത്തക്ക തരത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു വാർഷിക പദ്ധതി തയ്യാറാക്കലാണ് ഇവിടെ ഇരിക്കുന്ന ഈ നമ്മുടെ മുമ്പിലുള്ള ഒരു എന്താ പറയാ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ വികസനത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ നാട് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആദ്യത്തേത് ആകെ ഫുൾഫിൽ ചെയ്യപ്പെട്ടു എന്നല്ല, അതുണ്ട്. പക്ഷെ അതോടൊപ്പം വികസനത്തെ സംബന്ധിച്ച് ലോകവ്യാപകമായി വലിയ പുതിയ കൺസെപ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മളെ സാധാരണ ഇപ്പോ GDP-നെയൊക്കെ പറ്റി എല്ലാവരും കേൾക്കുക. ആളോഹരി വരുമാനം, മൊത്ത ആഭ്യന്തര ഉൽപാദനം, ആളോഹരി വരുമാനം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. എന്ന് വെച്ചാൽ ഒരാളുടെ ശരാശരി വരുമാനം എന്ത് എന്നുള്ളതാണ് അതിന്റെ അതൊരു പുതിയ എക്കണോമിക്സിലെ ഈ പുരോഗതി ഡെവലപ്മെന്റ് ഒക്കെ കണക്കാക്കാനുള്ള ഒരു സൂചകമാണ്. മനുഷ്യന്റെ സന്തോഷം, ആ സന്തോഷത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഈ സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റും? ഇതൊരു സർക്കാർ, ഒരു പ്രാദേശിക സർക്കാർ. ഈ സർക്കാരിന് എന്താണ് മനുഷ്യൻ ഇന്നത്തേതിനേക്കാൾ കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കണ ഒരു നാളേക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? ഇതൊരു പുതിയ കാഴ്ചപ്പാടാണ്. അപ്പൊ ഈ കാഴ്ചപ്പാടിനെ നമ്മുടെ പദ്ധതിയായിട്ട് ഇങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത്, അത് നമ്മൾ ചെയ്യണം. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ അധ്യക്ഷനായിരുന്നു. നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 100-ലധികം ആളുകൾ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പ്രവീൺ, മോഹനദാസൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു.